ഇന്ന് അടിപൊളി ഒരു കാട ബിരിയാണി ചെയ്തതിൻ്റെ കഥയാണ് കേട്ടോ. ഞങ്ങളുടെ കുടുംബത്ത് വേണ്ടപ്പെട്ട ഒരാൾ എന്ന് വെച്ചാൽ ഞങ്ങളുടെ കഷ്ടകാലത്ത് ആരുമില്ലാത്ത സമയത്ത് ചേർത്ത് നിർത്തിയ ഒരു ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. അവരിന്ന് ഫാമിലിയായിട്ട് വരുന്ന ഒരു ദിവസമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ വെച്ചത് കൊണ്ട് തന്നെ ആയിരിക്കും നല്ല ടേസ്റ്റി ആയിട്ടും നല്ലൊരു അഭിപ്രായമാണ് എനിക്ക് ഈ ബിരിയാണീനെ കുറിച്ച് കിട്ടിയത് കേട്ടോ. ആദ്യമായിട്ടൊക്കെ 2-3 പ്രാവശ്യം വെച്ചപ്പോൾ ഏറ്റവും ഫ്ലോപ്പായത് ഈ ബിരിയാണി ആണെങ്കിൽ ഇപ്പോൾ പെർഫെക്റ്റായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സാധനം എനിക്ക് ബിരിയാണിയായി മാറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദമ്മൊക്കെ പൊട്ടിച്ച് അടിപൊളി ഒരു ബിരിയാണി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റ് വൈസ് നന്നായിട്ടുണ്ടായിരുന്നെന്ന് അവരുടെ അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല സന്തോഷമായി, കാരണം അവർ മനസ്സും നിറഞ്ഞ് വയറും നിറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പായസം ഉണ്ടായിരുന്നു, അച്ചാറും ഉണ്ടായിരുന്നു, സലാഡ് ഉണ്ടായിരുന്നു, ഒരു കഷ്ണം പൈനാപ്പിൾ ഉണ്ടായിരുന്നു, കാട ഉണ്ടായിരുന്നു. ഇത്രയും കൂട്ടിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.